ഇറാനിൽ വ്യോമാക്രമണത്തിന് ട്രംപ് ഒരുക്കുന്നു. അറബിക്കടലിൽ നിന്ന് US നാവിക വ്യൂഹം ഇറാനിലേക്ക് കുതിച്ചു വരുന്നു. US യുദ്ധക്കപ്പലുകൾ വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നു. വിമാനവാഹിനി തയ്യാറാണ്. ട്രംപ് ഒരു ഉത്തരവിട്ടാൽ മാത്രം മതി, അടുത്ത നിമിഷം തകർന്ന് തരിപ്പണമാകും ഇറാൻ. ഇത്തരത്തിൽ ഇറാനുമായിട്ടുള്ള സംഘർഷം തുടരുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പലിനെ കൂടി വിന്യസിക്കുവാൻ US തയ്യാറെടുക്കുന്നു. USS ജോർജ് H.W. ബുഷ് വിമാനവാഹിനിയുടെ നേതൃത്വത്തിലെ നാവിക സന്നാഹം സർവസജ്ജമാണ്. ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഉത്തരവ് മാത്രം ഉണ്ടായാൽ ഉടൻ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുമെന്ന് തന്നെയാണ് അമേരിക്ക സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാനുമായിട്ടുള്ള ആണവ ചർച്ച അത് തുടരുന്ന സാഹചര്യത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് US നീക്കമെന്ന് പറയപ്പെടുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രിക്കണമെന്നതടക്കം US ആവശ്യപ്പെടുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കുമെങ്കിൽ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്തുവാനുള്ള കരാറിന് ഇറാൻ തയ്യാറാണ്. പക്ഷേ ആണവായുധം എന്ന് പറയപ്പെടുന്ന ചർച്ചയിൽ അവർ പറയുന്നത്, അതായത് അമേരിക്ക പറയുന്നത് എന്തും കേട്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറല്ല എന്നുള്ള സൂചന ഇറാൻ നൽകിക്കഴിഞ്ഞു. ആണവ പദ്ധതി എന്ന് പറയപ്പെടുന്ന പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വാദം. മാത്രമല്ല മിസൈൽ ശേഷി അടക്കം രാജ്യത്തിന്റെ പ്രതിരോധ വിഷയങ്ങൾ ആരും ഇടപെടേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കും ഒരു സമീപനത്തിലേക്കും ഇറാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. 80ഓളം യുദ്ധവിമാനങ്ങളെ വഹിക്കുവാൻ ശേഷിയുള്ള ജോർജ് H.W. ബുഷിനൊപ്പം ഈ ടോമാഹോക്ക് ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ച അകമ്പടി കപ്പലുകൾ അടക്കമുണ്ട്. നിലവിൽ USS എബ്രഹാം ലിങ്കൻ വിമാനവാഹിനിയുടെ നേതൃത്വത്തിലെ US നാവിക വ്യൂഹം എന്ന് പറയപ്പെടുന്ന ഇറാനിലേക്ക് ഏത് നിമിഷവും വ്യോമാക്രമണം നടത്തുവാൻ സജ്ജമായിട്ട് അറബിക്കടലിൽ തുടരുകയാണ്. ഇറാനുമായിട്ടുള്ള ആണവ ചർച്ച തുടരുമെന്ന് ട്രംപ് പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയ്ക്കിടെ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുന്നു. അപ്പോൾ അവിടെ അതേസമയം ഈ നയതന്ത്ര ശ്രമങ്ങൾ എന്ന് പറയപ്പെടുന്ന പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. ഇറാന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ അമേരിക്കയുടെ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ അതിർത്തിയിലേക്ക് രണ്ടാം വിമാനവാഹിനി കപ്പൽ കൂടി എത്തുമ്പോൾ യുദ്ധമെന്ന് പറയപ്പെടുന്ന പൊട്ടിപ്പുറപ്പെടുവാനുള്ള അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടുമെന്നുള്ളതിന്റെ സൂചന നൽകുകയാണ് ട്രംപ് ഇതിലൂടെ. ഇറാനുമായിട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി എത്തിച്ചേരുമ്പോൾ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗൺ പറയുന്ന ഈ വാർത്തയ്ക്ക് പിന്നിലെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്ന യുദ്ധം ആസന്നമായിരിക്കുന്നു, ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് 3 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ബോൾ സ്ട്രീറ്റ് ജേർണൽ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് ട്രംപ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ അത് കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയുടെ മറ്റു വിമാനവാഹിനി കപ്പലുകൾ അവയെല്ലാം ജപ്പാൻ തീരത്തും സാൻഡിഗോയിലും കരീബിയൻ കടലിലുമാണ് ഇപ്പോഴുള്ളത്. അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്നോ ഫാർ ഈസ്റ്റിൽ നിന്നോ ഒരു വിമാനവാഹിനി കപ്പലിന് ഇസ്രായേൽ തീരത്തോ അറബിക്കടലിലോ എത്താൻ 12 മുതൽ 15 ദിവസം വരെ സമയം ആവശ്യമായി വരും. അപ്പോൾ അങ്ങനെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാമതൊരു കപ്പൽ കൂടി വിന്യസിക്കുവാനുള്ള നീക്കമെന്ന് പറയപ്പെടുന്നത് ആ മേഖലയിൽ വൻ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചേക്കും എന്ന് തന്നെയാണ്. എന്തായാലും ഒന്നുറപ്പാണ്, ഇറാനിൽ വ്യോമാക്രമണത്തിന് ട്രംപ് തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അറബിക്കടലിൽ നിന്ന് US നാവിക വ്യൂഹം ഇപ്പോൾ ഇറാന്റെ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്.